പിന്നെ ഇമ്രാത്തും മോമിനത്തും ഇൻ വഹബത്ത് നഫ്സഹാലിൻ നബി. ഇമ്രാത്തും മോമിനത്ത് മനസ്സിന്റെ കണ്ണാടിയാണ്. ഫിറൗനിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള മനസ്സാവുന്ന കണ്ണാടിയാണ് ഇമ്രാത്തും മോമിനത്ത്. നമ്മുടെ ബാഹ്യമായ നമ്മുടെ ചിന്തകൾ നമ്മുടെ ബുദ്ധി നമ്മളെ തള്ളിക്കളഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ഒരു സത്യമുണ്ടാവും. അതാണ് ഇമ്രാത്തും മോമിനത്ത്. നമ്മുടെ ഉള്ളിൽ ഒരു സത്യത്തിന്റെ കണ്ണാടി ഉണ്ടാവും, അല്ലേ? ആ സത്യത്തിന്റെ കണ്ണാടിയാണ് നമ്മുടെ യഥാർത്ഥ രൂപം നമുക്ക് കാണിച്ചു തരിക. ആ കണ്ണാടി കേടുവന്ന യഥാർത്ഥ രൂപം നമുക്ക് കാണൂല, നമ്മുടെ യഥാർത്ഥ രൂപം. അപ്പൊ ഫിറഔൻ എന്ന് പറയുന്ന അഹങ്കാരിയുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു സത്യത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ കണ്ണാടി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ കണ്ണാടി സ്വയം സമർപ്പിക്കുകയാണ്. അങ്ങനെ സമർപ്പിക്കുമ്പോൾ ആ സമർപ്പിതമായ ജ്ഞാനം നമ്മൾ സ്വീകരിക്കണം. ആ മൂസയാവുന്ന നബി സ്വീകരിക്കണം. പറഞ്ഞ് മനസ്സിലായോ? മൂസയാണ് ഇവിടുത്തെ നബി. മുഹമ്മദ് ഇവിടെ ചർച്ചയേ അല്ല. അതാണ് വേറൊരു കാര്യം. മുഹമ്മദ് നബി എന്നല്ല, മുഹമ്മദ് റസൂലുള്ളയാണ്. മുഹമ്മദ് റസൂലുള്ളയാണ്. ഇവിടുത്തെ നബിയാണ് ചർച്ച. നബി എന്ന് പറഞ്ഞാൽ ഇവിടെ മൂസയും ഫിറൗനാണ് ഈ ആയത്തിലെ ചർച്ച. മൂസയും ഫിറൗനാണ് ഈ ആയത്തിലെ ചർച്ച തന്നെ. അതാണ് ഇവിടെ മുഹമ്മദ് ഈ വചനത്തിൽ ചർച്ചയേ അല്ല. എന്നിട്ടല്ലേ അതാണ് വമ്രാത്തും മൂമിനത്തും ഇൻ വഹബത്ത് നഫ്സഹാലിൻ നബി. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു മൂമിനത്തായ കണ്ണാടിയുണ്ട്. ആ കണ്ണാടിയാണ് അൻസാരിയെ ശരിക്ക് കാണിച്ചു തരിക. നിങ്ങൾക്കൊന്നും ഇന്നെ ശരിക്ക് കാണാൻ പറ്റൂല. കാണാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് ബാഹ്യമായിട്ട് തോന്നും ആള് വളരെ ഉഷാറാണ്, മറ്റതാണ് എന്നൊക്കെ. പക്ഷെ എൻ്റെ മനസ്സിന്റെ ഉള്ളിലെ കണ്ണാടിയാണ് എൻ്റെ യഥാർത്ഥ രൂപം എനിക്ക് കാണിച്ചു തരും. ആ കണ്ണാടി മൂമിനത്താണെങ്കിൽ അത് തരുന്നത് നിങ്ങൾ എടുക്കണം. പറഞ്ഞ മനസ്സിലായി? അല്ലാതെ ഒരു പെണ്ണ് ഓളുടെ ശരീരത്തെ നബിക്ക് വന്ന് കൊടുത്താൽ നിങ്ങൾ ഇന്നെടുത്തോളിയേ എന്നാണ് എൻ്റെ ചെറിയ പേരക്കുട്ടി പറയും. എൻ്റെ അടുത്ത് വന്നിട്ട് പറയും എന്നാ പറയും, എടുക്കാനാ പറയുന്നത്. ഇപ്പൊ ചെന്നാ അപ്പൊ പറയും. ഞാൻ ചെല്ലുമ്പോഴത്തേനും പറയും എന്നാ. അതിന്റെ അർത്ഥം ഇന്നെന്നാ പറയണതേ, എടുക്കാനാ പറയണത്. സത്യത്തിൽ ഒരു നെഫ്സിനെയാണ് അവിടെ. നെഫ്സാണ്, ശരീരമല്ല. വമ്രാത്തുൻ മോമിനത്തുൻ ഇൻ വഹബത്ത് നഫ്സഹ. ആ മോമിനത്തായ കണ്ണാടിയാണ്. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ ബാഹ്യമായ ഈ രൂപം കണ്ടിട്ട് നിങ്ങളുടെ യഥാർത്ഥ രൂപം എനിക്കറിയില്ല. അതുപോലെ തന്നെ എൻ്റെ യഥാർത്ഥ രൂപം നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ എൻ്റെ യഥാർത്ഥ രൂപം എൻ്റെ ഉള്ളിലെ ഇമ്രാത്ത്, എൻ്റെ കണ്ണാടി എനിക്ക് കാണിച്ചു തരൂലേ? നിങ്ങളുടെ യഥാർത്ഥ രൂപം നിങ്ങൾക്ക് അറിയാം. ബാഹ്യമായി എന്തൊക്കെ അഭിനയിച്ചാലും, എന്തൊക്കെ അഭിനയങ്ങൾ മുഖത്ത് കാണിച്ചാലും, ബാഹ്യമായ ചേഷ്ടകൾ കൊണ്ട് എത്രയൊക്കെ നല്ലവനാകാൻ ശ്രമിച്ചാലും ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ ഒരു കണ്ണാടി ഉണ്ട്, ഇല്ലേ? ഉണ്ട്. ഇല്ലാന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല. ആ കണ്ണാടിയാവുന്ന മനസ്സ് മൂമിനത്താണെങ്കിൽ ആ മൂമിനത്തായ മനസ്സിന്റെ കണ്ണാടി നിങ്ങൾക്ക് എന്ത് നൽകുന്നുവോ ആ അറിവിനെയും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അതാണ് ഇൻ അറാദൻ നബിയു അൻ യസ്തങ്കിഹഹ. അത് തൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, അതിനെ തൻ്റെ ജീവിതത്തിൽ അതിനെ കല്യാണം നടത്തി പുതിയ പുതിയ അറിവുകൾക്കും പുതിയ പ്രവർത്തനങ്ങൾക്കും ജന്മം കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനെയും നിങ്ങൾക്ക് സ്വീകരിക്കാം. പെണ്ണുകെട്ടലല്ല. ഇതൊക്കെയാണ് അതിൽ പറയുന്നത്. അത് വിശദമായിട്ട് ഞാൻ വിശദീകരിച്ചതാണ്. ഇത് ഏകദേശമാണ്. നിങ്ങൾ അത് കിട്ടുമെങ്കിൽ നിങ്ങൾ ഒന്ന് വാങ്ങി കേൾക്കുക. ബാക്കി അതിൽ നബിയുടെ ഒരു ബാഹ്യമായ പെണ്ണുകെട്ടൽ ഖുർആനിന്റെ ചർച്ചയേ അല്ല. ജിൻസിയായ, അതായത് ലിംഗപരമായ വിവാഹമോ വിവാഹമോചനമോ കല്യാണം കഴിക്കലോ കല്യാണം കഴിക്കാതിരിക്കലോ ഒന്നും ഈ വിശുദ്ധ ഖുർആനിന്റെ ചർച്ചയല്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കല്യാണം കഴിക്കാത്ത സമൂഹങ്ങൾ ഇങ്ങനെ ഒരു നിയമമില്ലാത്തതിന്റെ പേരിൽ കല്യാണം കഴിക്കാതെ നടക്കുന്ന സമൂഹമാണ് ലോകത്തുള്ള സമൂഹം മുഴുവൻ. ഇവര് പറയുന്നേട്ടാൽ ഇത്ര അരാജകത്വം വേറൊരു സമൂഹത്തിലും ഇല്ല. വൈവാഹിക രംഗത്ത് കെട്ടുക കാര്യം തീർക്കുക, നാല് കെട്ടുമ്പോ ഈ കെട്ടിയ പെണ്ണിന്റെ ഇഷ്ടവും അനിഷ്ടവും അല്ല പ്രധാനം. അതിനേക്കാൾ ഭീകരമാണ് അതിലുണ്ടാകുന്ന മക്കളുടെ അരാജകത്വം. ഞാൻ പറയുന്നത് അതാണ്. 4 പെണ്ണ് കെട്ടിയവന് ഈ പെണ്ണിന്റെ ഇടയിലുള്ള അനീതിയേക്കാൾ കൂടുതൽ അതിലുണ്ടാകുന്ന മക്കളിൽക്കുണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന സംഘർഷങ്ങളും അരാജകത്വമാണ് ഏറ്റവും കൂടുതലെന്ന് എൻ്റെ അഭിപ്രായം.
ഒരു വാപ്പയും ഉമ്മയും ഒരുമിച്ചിരുന്ന് സ്നേഹിച്ച് വളർത്തുന്ന, സംരക്ഷണം കൊടുത്ത് വളർത്തുന്ന മക്കളിൽ ഉണ്ടാകുന്ന അരാജകത്വത്തെക്കാൾ കൂടുതൽ എത്രയോ ഭയാനകമാണ്. അങ്ങനെ നമ്മുടെ യതീംഖാനകളിൽ 99% വാപ്പല്ലാത്തതല്ല, ഇങ്ങനെ കെട്ടിപ്പോയതാ. എനിക്കറിയണോണ്ടാണ് അത് പറയുന്നത്. എനിക്കറിയണോണ്ടാണ് ഞാൻ പഠിപ്പിക്കപ്പെടുന്ന കുട്ടികളിൽ കുറെ കുട്ടികൾ അങ്ങനെ വരുന്നത്. അപ്പൊ ഞാൻ അന്വേഷിക്കുമ്പോൾ വാപ്പയൊക്കെ ഉണ്ട്, പക്ഷെ ഉമ്മാനെ കെട്ടി പോയതാണ്. അതാണ് അരാജകത്വം. ഈ മക്കളിൽ ഉണ്ടാക്കുന്ന അരാജകത്വമാണ് ഏറ്റവും വലുത്. ഈ പെണ്ണുങ്ങളിൽ ഉണ്ടാകുന്ന അനീതിയേക്കാൾ എന്നാ കൂടുതൽ.